സിനിമയിൽ വന്നു, അഭിനയം തുടങ്ങി, അതിനുശേഷം തിരക്കഥ എഴുതാൻ തുടങ്ങി, അതിനുശേഷം ചില സിനിമകളൊക്കെ സംവിധാനം ചെയ്തു. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എവിടെ വെച്ചിരിക്കുന്നു? ഇതാണ് ആവശ്യമില്ലാത്ത ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ എവിടെ വെച്ചാൽ നിങ്ങൾക്കെന്താ? എൻ്റെ കാശ് ഞാൻ എവിടെയോ വെക്കുന്നു. ആളുകളെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമാണിത്. മമ്മൂട്ടിയോട് ഇതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഒരാൾ ചോദിച്ചു, കുറേ നാളായല്ലോ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, പണമൊക്കെ എന്ത് ചെയ്യുന്നു? മമ്മൂട്ടിക്ക് ആ ചോദ്യം ഈ പറഞ്ഞ പോലെ തന്നെ തീരെ ഇഷ്ടപ്പെടാതെ മമ്മൂട്ടി പറഞ്ഞു, ഞാൻ ഈ കിട്ടുന്ന പണമൊക്കെ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു മാസം തികയുമ്പോൾ പഴയ പേപ്പറൊക്കെ വാങ്ങാനായിട്ട് ഈ തുലാസമൊക്കെ ആയിട്ട് ആൾക്കാർ വരില്ലേ, അവർക്ക് തൂക്കി വിൽക്കും. ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞു. ആ അമേരിക്കക്കാരൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഇതേപോലെ ആയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ഞാൻ ഒരു കാര്യം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പണമൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചനയിലുണ്ട്. എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ, ആലപ്പുഴയിലൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരു കയർ ഫാക്ടറി തുടങ്ങണമെന്നാണ് എൻ്റെ പരിപാടി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദ്ദേശമുള്ളൊരു കയർ ഫാക്ടറിയാണ്. മലയാള സിനിമയിൽ നിന്ന് കാശടിച്ച് മാറ്റിയിട്ട് കുറേ ആളുകൾ പോയിട്ടുണ്ട്. അവർക്ക് ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, ഈ മസാലകൾ വിൽപ്പന നടത്തുന്ന പരിപാടിയുണ്ട്, മൂന്നാർ പോലെയും മദുരാശി പോലെയുള്ള സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് കാശടിച്ചു പോയ ആൾക്കാരെ മുഴുവൻ ആലപ്പുഴയിൽ ഞാൻ തുടങ്ങുന്ന കയർ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയർ വെച്ച് തൂക്കിക്കൊല്ലും. അതാണ് എൻ്റെ പരിപാടി, എൻ്റെ ബിസിനസ്.